ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ അടുത്ത ടോപ്പിക് പഠിക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? അവരുടെ ടിഷ്യൂ സിസ്റ്റം ആയിരുന്നു അല്ലേ നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ അവരുടെ ടിഷ്യൂ സിസ്റ്റം ആണ് പഠിച്ചത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഒരു പ്ലാന്റിന്റെ, ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ലീഫ്, സ്റ്റെം, റൂട്ട്, ഇവരുടെ എല്ലാവരുടെയും അനാറ്റമി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവര് മൂന്ന് പേരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ ഡൈക്കോട്ടിനെയും മോണോക്കോട്ടിനെയും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഏതാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഡൈക്കോട്ടിലിഡേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളുടെ റൂട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ ഇതിന്റെയൊക്കെ സ്ട്രക്ചേഴ്സ് വരച്ച് തന്നെ പഠിക്കണം. കാണുമ്പോൾ കുറച്ച് ഭീകരതയും കുറച്ച് പേടിയൊക്കെ തോന്നും, പക്ഷെ പേടിക്കണ്ട, നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെ പറ്റിയാണെന്ന് അറിയോ? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡൈക്കോട്ട് റൂട്ടാണ്. ഓക്കെ, ഡൈക്കോട്ട് റൂട്ട്. ഡൈക്കോട്ട് റൂട്ട് നമുക്ക് ഫസ്റ്റ് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു നോക്കാം. ഓക്കെ, വരക്കല് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പ്ലാന്റ്സുകളുടെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണ്? എപ്പിഡെർമിസ് ആണ് നമ്മൾ പഠിച്ചു. അപ്പോ ഇവരെ നമ്മൾ വിളിക്കുന്ന പേര്, റൂട്ട്സുകളുടെ കേസിൽ ഇവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? എപ്പിബ്ലെമ. അപ്പൊ ഇവരുടെ ഔട്ടർ മോസ്റ്റ് ലെയർ ആരാണ്? എപ്പിബ്ലെമ. ഓക്കെ, എപ്പിബ്ലെമ ആണല്ലോ. ഈ എപ്പിബ്ലെമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഓഫ് കോഴ്സ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ദേ വർ പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ അല്ലെ, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു റൂട്ടിനെ സംബന്ധിച്ച് ആ റൂട്ടിന് എന്തായാലും ആരുണ്ടാവും? ഒരു റൂട്ട് ഹെയർ ഉണ്ടാവോ? അപ്പോ അവർക്ക് എന്തുകൊണ്ട്? ഒരു റൂട്ട് ഹെയറും ഉണ്ട് അല്ലെ. റൂട്ട് ഹെയർ ഈസ് ഓൾസോ ദർ. ഓക്കെ, അപ്പൊ നമ്മുടെ എപ്പിബ്ലെമ അഥവാ എപ്പിഡെർമിസ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കണേ? നോക്കിക്കേ, ഇങ്ങനെ ഒരു പാരലൽ ഷേപ്പ് പോലെ ഇങ്ങനെ 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 വരയ്ക്കും നമ്മള്. ഓക്കെ, അപ്പോ ഈ റൂട്ട് ഹെയർസ് എവിടെ കാണണേന്നറിയോ? അവരിതോ ഇവിടെ ഇങ്ങനെ എന്താണ് കണ്ട, ഇങ്ങനെ നീണ്ടു നിൽക്കും. ഇങ്ങനെ കുഞ്ഞു ഹെയർസ് ആയിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുവേ. റൂട്ട് ആയതുകൊണ്ട് തന്നെ കുറേ റൂട്ട് ഹെയർസ് ഉണ്ടാവും. നമ്മൾ തൽക്കാലം നമ്മളിപ്പോ ജസ്റ്റ് 2 എണ്ണേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് എപ്പിബ്ലെമയും റൂട്ട് ഹെയറും വരയ്ക്കാൻ നിങ്ങളിപ്പോ പഠിച്ചല്ലോ. ഇനി നോക്കിക്കേ, അടുത്ത ആളാണ് അവിടെയുള്ള കോർട്ടെക്സ്. ആരാണ്? കോർട്ടെക്സ്. ആരാ? കോർട്ടെക്സ്. ഓക്കെ, കോർട്ടെക്സിനെ സംബന്ധിച്ച് കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻകൈമ സെൽസുകൾ വെച്ചിട്ടാണ്. ദേ ആർ പാരൻകൈമാറ്റേഷ്യസ് സെൽസുകളാണ്. അപ്പോ അവരെ മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ? പാരൻകൈമ വെച്ചിട്ടാണ്. പാരൻകൈമ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പാരൻകൈമ നല്ല സിമ്പിൾ ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. എങ്ങനെയാണ്? ഇങ്ങനെ ഇരിക്കുന്ന വളരെ സിമ്പിൾ തിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. തിൻ ലെയർഡ് അല്ലെങ്കിൽ തിൻ വോൾഡ് ആയിരിക്കും ആര്? പാരൻകൈമ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പാരൻകൈമേനെ എന്ത് ചെയ്യാം? ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ലെയർഡ് ആയിട്ട് പാരൻകൈമാറ്റീഷ്യസ് ലെയേഴ്സ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരിങ്ങനെ ലെയർഡ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഓരോന്നായിട്ട് വരക്കണം കേട്ടോ. ഓക്കെ, നമുക്കിനി ഇവരെ സെലക്ട് ചെയ്ത് ഇവരങ്ങ് കോപ്പി ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടുമല്ലോ. ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഇവര് പാരൻകൈമ സെൽസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ടാവൂടാ? ഇന്റർസെല്ലുലാർ സ്പേസസ് ഉണ്ടാവും. അപ്പൊ ഈ വരക്കാൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവരുടെ എല്ലാവരുടെയും നോട്ട്സ് നിങ്ങൾ പഠിച്ചു പൊക്കോളാം. അപ്പൊ ചോദിക്കും, മിസ്സല്ലേ പറഞ്ഞത് നമുക്ക് ആദ്യം പഠിക്കാൻ എന്നിട്ട് വരയ്ക്കരുത്. നമ്മളങ്ങനെ പലതും പറയും, നമ്മൾ ആരും മൈൻഡ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ കോർട്ടെക്സ് നമുക്ക് കിട്ടി. കോർട്ടെക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? പാരൻകൈമാറ്റേഷ്യസ് സെൽസുകളാണ്. അവര് തിൻ വോൾഡ് ആണ്. പിന്നെ അവരുടെ ഇടയിൽ ആരുണ്ട്? നോക്കിക്കേ, അവരുടെ ഇടയിൽ ഇന്റർസെല്ലുലാർ സ്പേസസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ കോർട്ടെക്സ് വരെ നമ്മൾ എന്ത് ചെയ്ത് ഈ നോട്ട്സ് നമ്മൾ സെറ്റ് ആക്കി വെച്ചു. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്താൻ അറിഞ്ഞുകൂടെടാ, നിങ്ങൾ വലിയ പിള്ളേരായില്ലേ. ഓക്കെ, അപ്പൊ കോർട്ടെക്സ് എന്താണ്? പാരൻകൈമാറ്റേഷ്യസ് സെൽസ് ആണ്. അവിടെ എന്തുണ്ട്? ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ട്, പാരൻകൈമാറ്റേഷ്യസ് സെൽസ് ആണ്. പിന്നെ എന്താ പ്രത്യേകത? ഇവരുടെ വോള് വളരെ തിൻ ആണ്. ഓക്കെ, തിൻ വോൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? കോർട്ടെക്സ് എന്ന് പറയുന്നത്.
ഇനി നോക്കിക്കേ, കോർട്ടെക്സ് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ വിരല് കാണപ്പെടുന്ന ആളാണ് ആര്? എൻഡോഡെർമിസ്. നമുക്കറിയാം ഏതാണ് പുറമേയുള്ളത്? എപ്പിഡെർമിസ്. അപ്പൊ ഉള്ളിലോട്ട് വരുന്നോറും ആരാ ഉണ്ടാവുക? എൻഡോഡെർമിസ് ആണ് ഉണ്ടാവുന്നേ. ഓക്കെ, അപ്പൊ ഈ എൻഡോഡെർമിസ് എങ്ങനെയായിരിക്കുന്നേ? എൻഡോഡെർമിസിൽ എന്താണ് ഒരു കുറച്ചും കൂടി ഇങ്ങനെ ഒരു പാരലൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ലാത്ത ഒരു കാസ്പറിൻ സ്ട്രിപ്സുകൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവരെ അപ്പൊ നമുക്ക് വരക്കാൻ പഠിച്ചാലോ? അപ്പൊ അതാ നോക്കിക്കേ, നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇവരിയ്ക്കുകയാണല്ലേ. ഇവരാരാണ്? ഇവരാരാടാ? ഇവരെന്ന് പറഞ്ഞാല് നമ്മുടെ എപ്പിബ്ലെമയാണ്. ഇവരെന്ന് പറഞ്ഞ റൂട്ട് ഹെയർസ് ആണ്. റൂട്ട് ഹെയർസ്. ഇവരാരാണ്? ഇവര് കോർട്ടെക്സ് ആണ് അല്ലേ, കോർട്ടെക്സ്. ഇനി നോക്കിക്കേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അടുത്തത് അപ്പൊ കോർട്ടെക്സിൽ ഒരു പാരലൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. അയാൾ ഇങ്ങനെ വലിയ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അയാളാണ് അപ്പൊ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നത്? വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന സ്ട്രക്ചർ കണ്ടോ? ആ സ്ട്രക്ചറിൽ നമുക്ക് നമ്മുടെ എൻഡോഡെർമിസ് വരക്കാം. എൻഡോഡെർമിസ് വരക്കും തോറും എന്താണ് അവിടെ കുഞ്ഞു ഓക്കെ, ഇവരെ ഞാൻ ചെറുതാക്കുവാണേ. ഓക്കെ, അപ്പൊ എന്ത് വരുന്നു? ഇവിടെ ഒരാളുണ്ടല്ലേ. ആരാണ്? നമ്മൾ അയ്യോ, വേറെ കളർ എടുക്കാവേ. ഏത് കളർ എടുക്കാം? ബ്ലൂ എടുക്കാം. ഓക്കെ, അപ്പൊ അതാ നോക്കിക്കേടാ, ഇവർക്ക് എന്തുണ്ട്? ഒരു എൻഡോഡെർമിസ് ഉണ്ട്. എൻഡോഡെർമിസ് വരുംതോറും ആ പാരൻകൈമാറ്റിഷ്യസ് സെൽസുകൾ എന്തായി വരികയാണ്? കുഞ്ഞുതായിട്ട് വരുവാണ്. അപ്പൊ ഇവിടെ ആരുണ്ട്? ഇനി അടുത്തത് ഇവിടെ ഒരു പെരിസൈക്കിൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഈ പാരലൽ ഷേപ്ഡ് ആയിട്ടുള്ള എൻഡോഡെർമിസ് ഇതാ ഇങ്ങനെ ഇരിക്കും. പാരലലായിട്ട് തന്നെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഞാൻ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ എൻഡോഡെർമിസ് ആയി. ഇനി നമുക്ക് അടുത്തത് ആരാ വരയ്ക്കാനുള്ളത്? നമ്മുടെ പെരിസൈക്കിൾ. പെരിസൈക്കിളും എന്ത് വെച്ചാ ഉണ്ടാക്കിയിരിക്കുന്നത്? തിക്ക് ആയിട്ടുള്ള പാരൻകൈമാറ്റിഷ്യസ് സെൽസുകൾ വെച്ചിട്ടാണ് അവരും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ കുറെ ആൾക്കാരുണ്ട്. പെരിസൈക്കിൾ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളില് ഒരു ചെറിയ പിത്തുണ്ട്. പിത്ത് വരണമെങ്കിൽ ഇവിടെ ആര് വരണം? നമ്മുടെ വാസ്കുലർ ബണ്ടിൽസുകൾ വരണം അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ വാസ്കുലർ ബണ്ടിൽസുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വാസ്കുലർ ബണ്ടിൽസ് മെറ്റാസൈലം, അതായത് വലിയ സൈലങ്ങളെ നമ്മൾ മെറ്റ എന്നും അതായത് എന്താണ് സെക്കൻഡറി സൈലങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നത്? പ്രോട്ടോസൈലം എന്നാണ് വിളിക്കുന്നത്. അപ്പോ മെറ്റാസൈലം ടുവേർഡ്സ് എങ്ങോട്ടേക്കാ? പിത്തായിരിക്കും. പ്രോട്ടോസൈലം ടുവേർഡ്സ് ഏതാ? പെരിഫറൽ പാർട്ട് ആയിരിക്കും അല്ലെ. അപ്പോ ഇതാണ് ആര്? നമ്മുടെ സൈലം എന്ന് പറയുന്നത് അല്ലെ. ഡൈക്കോട്ടിലിഡൻ ആയിട്ടുള്ള നമ്മുടെ റൂട്ടുകളെ സംബന്ധിച്ച് അവർ എന്ത് ടൈപ്പ് ആയിരിക്കും? അവർക്ക് 2 to 4 ആയിരിക്കും അവരുടെ സൈലം. അപ്പൊ ഫ്ലോയ എവിടെ ആയിരിക്കും? ഫ്ലോയ എന്താ ഇവിടെ ആയിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഫ്ലോയ എന്തോ ഇവിടെ ഉണ്ടാവേ. ഇനി നോക്കിക്കേടാ, ഈ നടുക്ക് കിടക്കുന്ന സ്പേസ് ഇല്ലേ, അപ്പോ ഇതാരാണ്? ഇത് എൻഡോഡെർമിസ് ആണ്. എൻഡോഡെർമിസ്. പെരിസൈക്കിൾ ഇവിടെ ഉണ്ട്. പെരിസൈക്കിൾ ഈസ് ഓൾസോ മേഡപ്പ് ഓഫ് ഏതാ? പാരൻകൈമാറ്റിഷ്യസ് സെൽസ് ആണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ എടുത്ത് വരയ്ക്കാത്ത. ഓക്കെ, പെരിസൈക്കിൾ. ഇനി നോക്കിക്കേ, ഇവരാരാണ്? ഇവര് നമ്മുടെ സൈലം, ഇത് നമ്മുടെ ഫ്ലോയം അല്ലെ. ഇനി നോക്കിക്കേ, സൈലത്തിന്റെ ഫ്ലോയത്തിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ എന്താ വിളിക്കുന്നേ? പിത്ത് എന്ന് വിളിക്കും അല്ലെ. പിത്ത്, കുഴി അല്ലെ, പിത്ത്. ഓക്കെ, അപ്പോ ഇത്രയും ആൾക്കാർ കൂടാതെ നമ്മുടെ ഡൈക്കോട്ടിലിഡൻസ് ആയിട്ടുള്ള റൂട്ടുകളുടെ ഇവിടെ കണ്ടോ. ഓക്കെ, ഇവിടെ ഇങ്ങനെ മറ്റ് വേറൊരു ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ടാവും. ഇവര് എല്ലാ സ്ഥലത്തിനും ഫ്ലോയത്തിന്റെയും ഇടയിൽ വെച്ചിട്ടുണ്ടാവും. ഇവിടെ 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 എല്ലായിടത്തും ഉണ്ടാവും. ഇത്തരത്തിലുള്ള ടിഷ്യൂസിനെ നമ്മൾ വിളിക്കുന്ന എന്താ? കൺജക്റ്റീവ് ടിഷ്യൂ. കൺജക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡൈക്കോട്ടിലിഡൻ റൂട്ടിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്താ പറയണ്ടേ? ആദ്യമേ ഇവരുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയ എപ്പിബ്ലെമ, പിന്നെ എന്ത് വരുന്നുണ്ട്? റൂട്ട് ആയതുകൊണ്ട് റൂട്ട് ഹെയർസ് ഉണ്ടാവും. അവരാണ് ആര്? ഈ വരച്ചിരിക്കുന്ന ആൾക്കാര്. ഇനി കോർട്ടെക്സ് എങ്ങനെയാണ്? കോർട്ടെക്സ് ഈസ് മേഡപ്പ് ഓഫ് ആരാണ്? പാരൻകൈമാറ്റീഷ്യസ് ആയിട്ടുള്ള സെൽസ് ആണ്. ആൻഡ് എന്താണ്? ഒരു എൻഡോഡെർമിസ് ഉണ്ട്,
പെരിസൈക്കിൾ പാരൻകൈമാറ്റിക് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ സൈലംസുകള് എങ്ങനെയാണ്? സൈലംസും ഫ്ലോയും റേഡിയലി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയിൽ ആര് വരുന്നുണ്ട്? കൺജോയിന്റുകളായിട്ടുള്ള ടിഷ്യൂസുകളുണ്ട്. ഇവരുടെ നടുക്കത്തെ ഗ്യാപ്പിൽ ആരുണ്ട്? ഒരു പിത്തുമുണ്ട്. ഇവിടുത്തെ പിത്ത് വളരെ ചെറുതാണ്. ഓക്കെ, പൊതുവെ ഇത്തരത്തിലുള്ള നമ്മുടെ ഡൈക്കോട്ടിലിഡൻ റൂട്ട്സുകളിൽ എന്തോരം സൈലം ഫ്ലോയം ഉണ്ടാവും? സൈലം ആൻഡ് ഫ്ലോയം എന്തോരം ഉണ്ടാവും? 2 to 4 വരെ ആയിരിക്കും ഉണ്ടാവുക. ഈ നമ്പർ ദേ വിൽ ബി ഫ്രം 2 to 4 ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? ഈ പെരിസൈക്കിളും നമ്മുടെ വാസ്കുലർ ബണ്ടിലും പിത്തും കൂടി ചേർന്നിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആരൊക്കെയാണ്? നമ്മുടെ പെരിസൈക്കിള്, ഈ വാസ്കുലർ ബണ്ടില്, പിത്ത്, ഇത്രയും ഏരിയനും നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റീൽ എന്ന് വിളിക്കേ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ആര്? ഡൈക്കോട്ടിലിഡൻ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ മോണോകോട്ടിലിഡൻ റൂട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് ഏതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? മോണോകോട്ട് റൂട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ്? നമ്മുടെ എപ്പിബ്ലമയൊക്കെ അതുപോലെ തന്നെ സെയിം ആണ്. എപ്പിബ്ലമ വരുന്നു, ഇടയില് റൂട്ട് ഹെയർസ് ഉണ്ട്. ഓക്കെ, പിന്നെ ആര് വരുന്നു? നമ്മുടെ ആര് വരുന്നു പറയൂ. ഓക്കെ, അയ്യോ കളർ വേറെ കൊടുത്തില്ല അല്ലേ? ഇവരാരാടാ? നമ്മുടെ കോർട്ടെക്സ് അല്ലേ? കോർട്ടെക്സ് പച്ച മറി. ഞങ്ങൾക്ക് ഒരു കോപ്പി എടുത്തിട്ട് ഇപ്പഴത്തരാ. നിങ്ങൾ കോപ്പി അടിക്കരുതേ, നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. ഒരു മാച്ച് ആവുന്നില്ലല്ലോടാ. ഓക്കെ, ഞാൻ മാച്ച് ആക്കും. ഓക്കെ, സിമ്പൽ മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്? എപ്പിബ്ലമ അങ്ങനെ തന്നെ ഉണ്ട്, റൂട്ട് ഹെയർ ഉണ്ട്, നമ്മുടെ ആര് വന്നു? കോർട്ടെക്സ് വന്നു. പിന്നെ നമ്മുടെ ഈ ബണ്ടിൽ മാത്രമേ പിന്നീട് വ്യത്യാസം വരുന്നുള്ളൂ അല്ലേ? എന്താണെന്ന് അറിയോ? അവിടെ ജസ്റ്റ് നമ്മുടെ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ എണ്ണത്തിലെ വ്യത്യാസം വരുന്നുണ്ട്. എണ്ണത്തിൽ വ്യത്യാസം വരുമ്പോ ഇപ്പൊ നമ്മൾ അത്തപ്പൂക്കൾ ഇടാണ്. അത്തപ്പൂക്കൾ ഇടുമ്പോ പൂക്കളും വലുതാകും തോറും എന്താ അവിടെ വരുന്ന വ്യത്യാസം? കുറെ പൂക്കൾ വേണം അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ വാസ്കുലർ ബണ്ടിൽസിൽ കൂടും. സൈലം ഫ്ലോയം ഒരു 2 to 4 എന്നുള്ള കണക്ക് മാറി എന്താവും? more than 6 ആവും. അപ്പൊ നടുക്ക് നമുക്ക് എന്ത് വരില്ല? സ്പേസ് കുറവായിരിക്കും. അപ്പൊ എന്ത് പറ്റും? പിത്ത് ചെറുതാകും. ഓക്കെ, അതാണ് ഇവിടെ ആകെ വരുന്ന ഒരു വ്യത്യാസം കേട്ടാ. ഇവിടെ ഇരിക്കുകയാണേ, ചെറുതാകോ? അയ്യോ, അത്ര ചെറുതാണ്ട. ഓക്കെ, നമുക്ക് ഇനി ഒരു വട്ടം വരയ്ക്കാം. വട്ടം വന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മുടെ പെരിസൈക്കിൾ എല്ലാരും അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ ആകെ വരുന്നത് നമ്മുടെ സൈലത്തിന്റെയൊക്കെ എന്താണ്? എണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു സൈലം വന്നിരുന്നു, പിന്നെ ഇവിടെ ഒരു സൈലം വരയ്ക്കാം. more than 6 വരും കേട്ടോ. എണ്ണിക്കോളണേ നിങ്ങള്. ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ആയിരിക്കാം. ഓക്കെ, കണ്ടില്ലേ? more than 6 ബണ്ടിൽസുകൾ ഉണ്ടാവും. അപ്പൊ അത്രയും തന്നെ ഇവിടെ ആരുണ്ടാവും? നമ്മുടെ ഫ്ലോയം ചേട്ടനും ഉണ്ടാവും അല്ലെ? ഫ്ലോയം ചേട്ടൻ ഞാൻ തൽക്കാലം ഇപ്പൊ ഇങ്ങനെ വരക്കുവാണേ. ഓക്കെ, നമ്മുടെ ഫ്ലോയം ചേട്ടന് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് പറ്റും? അപ്പൊ ഇവിടേക്ക് ഫുൾ ആരുണ്ട്? നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരുണ്ട് അല്ലെ? അപ്പൊ ഇവിടുത്തെ പിറ്റ് ഇത് ഇങ്ങനെ കൂടുന്തോറും എന്ത് പറ്റും? പിറ്റ് വളരെ ചെറുതാകും. അപ്പൊ ഇത് നമ്മുടെ പിറ്റ്. പിന്നെ ഇവിടെ ആരുണ്ട്? നമ്മുടെ എൻഡോഡേർമിസ് ഉണ്ട്, പെരിസൈക്കിളും ഉണ്ട്. എൻഡോഡേർമിസും പെരിസൈക്കിളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ എൻഡോഡേർമിസ്. പിന്നെ ആരാണ്? ഇത് നമ്മുടെ സൈലം, ഫ്ലോയം,
പിത്ത്. ഓക്കെ, ഇവരെല്ലാവരും ഉണ്ട്. ആകെ എന്താ വ്യത്യാസം വരുന്നത്? നമ്മുടെ സൈലത്തിനും ഫ്ലോയത്തിനും എണ്ണ അങ്ങോട്ടൊന്നും മാറും. പിന്നെ ദർ ഈസ് നോ സെക്കൻഡറി ഗ്രോത്ത്. ഇവർക്ക് സെക്കൻഡറി ഗ്രോത്ത് ഇല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മോണോകോട്ടിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മോണോകോട്ട് റൂട്ടുകളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുന്നത്. ആസ് പെർ കമ്പയർഡ് വിത്ത് ഡൈക്കോട്ട് റൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടത്തെ എല്ലാ കാര്യങ്ങളും സിമിലർ ആണ് അല്ലേ? കണ്ടോ, എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. പെരിസൈക്കിൾ ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ട്, സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്, കൺജക്റ്റീവ് ടിഷ്യൂ ഉണ്ട് കേട്ടോ. പക്ഷെ ആകെയുള്ള വ്യത്യാസം എന്താ? ഇവിടെ ഇവര് 4 ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പക്ഷെ ഇപ്പഴത്തെ ഇവരെന്താ 6 കൂടുതൽ വരും എന്നാ പറയുന്നത്. 1 2 3 4 5 6 7 8 8 ആൾക്കാര് കൂടി വന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അപ്പൊ നമ്മുടെ റൂട്ട് കഴിഞ്ഞു. റൂട്ടിൽ അപ്പൊ ആരൊക്കെ ഉണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം അല്ലെ? ഫസ്റ്റ് വൺ ആരാണ്? ഏറ്റവും പുറമേ നമ്മുടെ റൂട്ട് ഹെയർ ഉണ്ട് അല്ലേ? റൂട്ട് ഹെയർ ഇല്ലേ? ദോ ഇങ്ങനത്തെ ഒരാള് ആണല്ലോ, റൂട്ട് ഹെയർ ഉണ്ട്. പിന്നെ രണ്ടാമത് ആരാ വരുന്നേ? എപ്പിബ്ലെമ, ഔട്ടർ മോസ്റ്റ് കവറിങ് ആയിട്ടുള്ള എപ്പിബ്ലെമ. എപ്പിബ്ലെമ എങ്ങനെയാ? ബാരലൽ ഷേപ്ഡ് ആയിട്ടിരിക്കും അല്ലെ? പിന്നെ നമ്മൾ കണ്ടത് ആരെയായിരുന്നു? കോർട്ടെക്സിനെ കണ്ടു. കോർട്ടെക്സ് എങ്ങനെയാ? പാരൻഗൈമാറ്റീഷ്യസ് ആയിട്ടുള്ള ഇന്റർസെല്ലുലാർ സ്പേസസ് ഉള്ള സെല്ലുലാർ അറേഞ്ച്മെന്റ് ആണ് ആര്? കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇച്ചിരി ഭംഗിയിൽ വരയ്ക്കാം. ഓക്കെ, നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഇത്. അപ്പൊ നിങ്ങൾ ഇത് എപ്പോഴും നിങ്ങൾ എന്താ പഠിക്കണം കേട്ടോ, മറക്കരുത് ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ എന്താണ്? പാരൻഗൈമാറ്റീഷ്യസ് സെൽസ് വെച്ചിട്ട് അവിടെ ഇന്റർസെല്ലുലാർ സ്പേസ് എന്തുണ്ട്? സ്പേസിലുള്ള ഒരു വ്യക്തിയാണ് അല്ലെ? ഇനി നോക്കിക്കേ, കോർട്ടെക്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയാ കണ്ടത്? കോർട്ടെക്സ് കഴിഞ്ഞാല് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബാരലൽ ഷേപ്ഡ് സെൽസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവര് വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ലാത്ത ആൾക്കാരാണ്. അവരെ നമ്മൾ എന്ത് വിളിക്കും? കാസ്പറിൻ സ്ട്രിപ്സുകൾ എന്ന് വിളിക്കും അല്ലെ? അവരാണ് നിങ്ങളുടെ ടെക്സ്റ്റില് ഇങ്ങനെ മാലപ്പടക്കം പോലെ വരച്ചേക്കുന്നത്. ഞാൻ പക്ഷെ എന്താ ബാരലൽ പോലെ വരച്ചു. എങ്ങനെ വേണമെങ്കിലും യു ക്യാൻ ഡ്രോ. ഓക്കെ, കാസ്പറിൻ സ്ട്രിപ്പ്. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ ആരെ കണ്ടു? കുറച്ചും കൂടെ താഴത്തോട്ട് വന്നപ്പോ നമ്മുടെ സൈലത്തിനെയും ഫ്ലോയത്തിനെയും കണ്ടല്ലേ? സൈലത്തില് പ്രോട്ടോസൈലം ഉണ്ട്, പിന്നെ ആരുണ്ട്? മെറ്റാസൈലം ഉണ്ട് അല്ലേ? നമ്മുടെ വലിയ ആൾക്കാര് ആരാടാ? ഇവരേതാണ്? ഇവര് മെറ്റാസൈലോ കേട്ടോ. ഇവര് ഇവര് പ്രോട്ടോ. തെറ്റിപ്പോയി. ഓക്കെ, മെറ്റാസൈലോ പ്രോട്ടോസൈലോ. പിന്നെ നമ്മൾ ആരെ കണ്ടു? ഫ്ലോയത്തിനെ കണ്ടല്ലേ? ഫ്ലോയം ഉണ്ട്, ഫ്ലോയം അല്ലേ? ഫ്ലോയം ഉണ്ട്. ഫ്ലോയം എങ്ങനെ? ജസ്റ്റ് ഇങ്ങനെ പാരൻഗൈമാറ്റീഷ്യസ് സെൽസ്, വലിയ ഭംഗിയും കാര്യങ്ങളും ജസ്റ്റ് എല്ലാവരും ഒരുപോലെ ഇരിക്കും അല്ലെ? പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ മനസ്സിലാക്കി വരയ്ക്കണം. ഓക്കെ, ഇച്ചിരി വലുതാവും. ഓക്കെ, ഇപ്പൊ വലുതാവും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ സൈലം, ഫ്ലോയം. പിന്നെ ആരുണ്ട്? ഉള്ളിലൊരു പിത്തുണ്ടല്ലേ? ദർ ഈസ് എ ലാർജ് പിത്തുണ്ട്. നടുക്ക് ആരുണ്ട്? പിത്തുണ്ട് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് ആരുടെ കേസിൽ? ഡൈക്കോട്ട് റൂട്ടിന്റെ കേസിൽ. അതേസമയം നമ്മുടെ മോണോകോട്ട് റൂട്ടിന്റെ കേസിലാകുമ്പോ എങ്ങനെയാണ്? ഇവിടെ എല്ലാവരും സെയിം ആണ്. ആകെ ഇവരുടെ നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവര് 2 to 4 ആവുമ്പോൾ ഇവർ 4 to 6 ആകും. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ് ഈസ് ഹിയർ. ആൻഡ് ഓൾസോ ഇവിടുത്തെ പിത്ത് എങ്ങനെയായിരിക്കും? ചെറിയ പിത്തായിരിക്കും. അത്രേ ഉള്ളൂ ഇവരുടെ ഡിഫറൻസുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നമ്മുടെ റൂട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റെമ്മിൽ കയറി പിടിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റെമ്മിനെ സംബന്ധിച്ചിട്ട് സ്റ്റെമ്മ് നമുക്കറിയാം അല്ലെ? സ്റ്റെമ്മ് റൂട്ടിന്റെ അത്രയും എന്തായിരിക്കില്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. സ്റ്റെമ്മിന് കുറച്ചും കൂടെ ആൾക്കാർ അവിടെ കൂടുതലായിരിക്കും അല്ലെ? അപ്പോ അതുപോലെ തന്നെ നമ്മുടെ കൂടുതലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ആദ്യമേ നമ്മുടെ എപ്പിഡെർമിസ് ചേട്ടൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സ്റ്റെം ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വരച്ച നമ്മുടെ റൂട്ട് ഇവിടെ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? റൂട്ട് ഇവിടെ കുറവായിരിക്കും. കാരണം എന്താ? സ്റ്റെമ്മിൽ അധികം ഹെയറി സ്ട്രക്ചേഴ്സുകൾ കുറവാണ്. അപ്പൊ എന്താക്കി നമ്മളപ്പോ റൂട്ട് ഹെയർസുകൾ
വല്ല ഒരു സെല്ലിലോ ഏറെ വന്ന ഒരു 2 സെല്ലിലൊക്കെ നമ്മൾ എക്സാമിന് വരച്ചാൽ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതാരാണ്? ഹെയർ ഇവിടെ ഉണ്ട് അല്ലേ? ഇനി ഇതാരാ നമ്മുടെ എപ്പിഡെർമിസ് അല്ലേ? എപ്പിഡെർമിസ് അഥവാ എപ്പിബ്ലമ. ഓക്കെ, ഓക്കെ, അപ്പോ എപ്പിഡെർമിസും ഉണ്ട്, ഹെയർ ഒരെണ്ണമൊക്കെ ഉണ്ടെങ്കിലുണ്ട്. പിന്നെ ഇതിപ്പോ നമ്മുടെ സ്റ്റെം ആയതുകൊണ്ട് തന്നെ സ്റ്റെമ്മിന് ചുമ്മാ എന്താ ഒരു തോല് മാത്രമല്ല അല്ലെ, സ്റ്റെമ്മിന് മറിച്ച് വേറൊരാളുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അത്ര ക്യൂട്ടല്ല, എന്നാ വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്യൂട്ടിക്കൽ ഉണ്ട് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ നമ്മുടെ സ്റ്റെമ്മിനെ സംബന്ധിച്ച് സ്റ്റെമ്മിന് പുറമെ ഒരു ക്യൂട്ടിക്കിൾ ഉണ്ടാവും. ക്യൂട്ടിക്കിൾ എന്താടാ? ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞ ഒരു വാക്സി ലെയർ ആണ് അല്ലേ? ക്യൂട്ടിക്കിൾ ഈസ് എ വാക്സി ലെയർ. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സസ് ആയിട്ടുള്ള വാട്ടർ ലോസുകള് എന്ത് ചെയ്യുന്നു അവര് റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ ഇവരെന്ന് പറഞ്ഞാല് വളരെ ഇവരെ സംബന്ധിച്ച് ഭയങ്കര തിന്നായിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവും? ട്രൈക്കോംസും നമ്മുടെ സ്റ്റൊമാറ്റിയും ഉണ്ടാവും. അപ്പോ ആദ്യത്തെ ആള് എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ട്? ഒരു ചെറിയൊരു ക്യൂട്ടിക്കൽ ലെയർ ഉണ്ട്, ചെറിയൊരു റൂട്ടും ഒരു ഹെയോസി സ്ട്രക്ചേഴ്സുകളും അവർക്ക് ഉണ്ടാവും. പിന്നെ ഉള്ളത് ആരാണ്? നമ്മുടെ ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസ്, പിന്നെ വരുന്നത് ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസ് നോക്കുവാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താ? പാരൻകൈമാറ്റീഷ്യസ് സെൽസ് ആണ്. പക്ഷേ നമ്മുടെ സ്റ്റെമ്മിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, സ്റ്റെമ്മിന് കുറച്ച് കട്ടിയുണ്ടല്ലേ? അപ്പോ പാരൻകൈമാറ്റീഷ്യസ് സെൽസ് വെച്ചിട്ടായിരിക്കും അവർ ഉണ്ടാക്കിയിരിക്കുക? അല്ല, മറിച്ച് എന്തായിരിക്കും? ഇത്തിരി കട്ടിയുള്ള നമ്മുടെ കോളൻ കൈമാസ് വെച്ചിട്ടായിരിക്കും. അതായത് എന്താ? ഇവിടെ ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാകത്തില്ല. കട്ടിയുള്ള കോളൻ കൈമാസ് സെൽസ് വെച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. So there will be no എന്തുണ്ടാവില്ല? intercellular spaces will be absent. ഓക്കെ, അപ്പോ നമുക്ക് അവരെ വരയ്ക്കാം. കളർ മാറ്റാം, പച്ചയാക്കാം. ഓക്കെ, പച്ചയാക്കി കോപ്പി ചെയ്യാം, മാറ്റി താഴെ വെക്കാം. നിങ്ങളാരും ഇങ്ങനെ വെക്കരുത് കേട്ടോ. ഓക്കെ, ഇവിടെ വെക്കാം. അപ്പൊ ഇവരെ സംബന്ധിച്ചില്ലേ, ഇവരുടെ ഇവിടെ എന്തുണ്ടാവില്ല? ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാവില്ല കേട്ടാ. ഇവിടേക്ക് ഇത് കണ്ട് ഇങ്ങനെ ഫുള്ളി കവേർഡ് ആയിട്ട് നല്ല തിക്ക് പാക്ഡ് ആയിട്ടായിരിക്കും ഇവരുടെ എന്തിരിക്കുക? എന്താണ് ഇത്? എപ്പിഡെർമിസ്. പിന്നെ അടുത്തതാരാ? ഹൈപ്പോഡെർമിസ്. എന്താണ്? ഹൈപ്പോഡെർമിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോളൻ കൈമ. ഓക്കെ, അപ്പൊ ഇവരേതാ? ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസ് എന്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്നേ? കോളൻ കൈമ. കോളൻ കൈമ. ഓക്കെ, അപ്പൊ കോളൻ കൈമ വെച്ച് ഉണ്ടാക്കി. ഇനി നമുക്ക് ഇവരുടെ ഉള്ളിലോട്ടുള്ള സ്ട്രക്ചർ നോക്കിയാലോ? ഇവരുടെ കോർട്ടെക്സ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയോ? കോർട്ടെക്സ് നമ്മുടെ നമ്മുടെ സാധാ ആരാണ്? നമ്മുടെ പോളൻ ചേട്ടൻ. ഓക്കെ, പോളൻ കൈമ വെച്ചിട്ടായിരിക്കും കേട്ടോ ഉണ്ടാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ പോളൻ കൈമ ഞാൻ വേറെ കളർ കൊടുക്കുവാണേ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. പോളൻ കൈമ സിമ്പിൾ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ എന്താക്കുക? നിങ്ങൾ അതുപോലെ വരയ്ക്കുക. കോപ്പി. ഇവിടെ നിങ്ങൾ എക്സാമിനൊന്നും ആരും കോപ്പി അടിക്കരുത് കേട്ടോ. കാരണം നമ്മൾ സത്യസന്ധമായി വാങ്ങുന്ന മാർക്കിനെ വില ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ മാർക്കൊക്കെ കിട്ടാൻ വേണ്ടി, അമ്മേനൊക്കെ അച്ഛനെയൊക്കെ പറ്റിക്കാൻ വേണ്ടി യു ക്യാൻ ഡു ദാറ്റ്. പക്ഷെ അതിനൊരു വില ഉണ്ടാവത്തില്ല. ഇറ്റ് വിൽ ബി യൂസ്ലെസ് ആയി പോകും. അത് നിങ്ങൾക്ക് എങ്ങും ഉപകരിക്കത്തില്ല. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ കോളൻ കൈമയാണ് കേട്ടോ ഞാൻ വരക്കുന്നത്. സോറി, പാരൻകൈമയാണ് വരക്കുന്നത്, കോളൻ കൈമയല്ല. ബാക്കി കൈവച്ച് വരയ്ക്കാം. മടിയന്മാരും ആവരുത് എന്നെ പോലെ. ഓക്കെ, അപ്പൊ ഇതാരാ? ഇവര് നമ്മുടെ കോർട്ടെക്സ് ആണ്. ഇത് നമ്മുടെ എന്താടാ? ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ കോർട്ടെക്സ് ആണ് കേട്ടോ ഇത്. കോർട്ടെക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, പെട്ടെന്ന് കളർ മാറിയ പോലെ കണ്ണെന്തോ പോയി. ഓക്കെ, പോളൻ കൈമ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നോക്കിക്കേ, അവർക്ക് ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടോ? ഇവർക്ക് ഇന്റർസെല്ലുലാർ സ്പേസ് വേണ്ട അല്ലെ? ബിക്കോസ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് പോളൻ കൈമ. കൂടാതെ ഇവര് സ്റ്റെമ്മിലാണല്ലോ കാണുന്നേ. സ്റ്റെമ്മിലാണെങ്കിൽ സ്റ്റെമ്മിന് പച്ചക്കളർ കൊടുക്കാനുള്ള റീസൺ എന്തുട്ടാ? അവർക്ക് എന്തുണ്ടാവും?
ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് ആണ് അവിടെ ഇങ്ങനെ കുത്തു ആയിട്ട് ഡിനോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ ഇവ എന്ത് ടൈപ്പ് കളർ മാറ്റാം, ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇവര് എന്ത് ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആണ്? ഞാൻ ഇതും ഞാൻ പച്ചയാക്കുവാണേ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു അടയാളം വരച്ചു തരാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഗ്രീൻ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ, നമ്മുടെ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഗ്രീൻ കളർ കിട്ടുന്നത് അല്ലെ. ഇവർക്ക് എല്ലാവർക്കും കുത്തുണ്ട്. ഓക്കെ, ശരിക്കും ഇതിങ്ങനെ റിമ്മിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ വരക്കുമ്പോൾ കുറെ ആയിപ്പോണാണ്. ഓക്കെ, അപ്പൊ ഇവരാണ് ആര്? ഇവരെന്ത് കോർട്ടെക്സ്? അതെയാ മെയ്ഡപ്പ് ഓഫ് പാരൻകൈമയാണ്. പാരൻകൈമാറ്റീഷ്യസ് ആയിട്ടുള്ള ആരുള്ളതാണ്? ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതാണ് കേട്ടോ. ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ക്ലോറോഫിൽ ബെയറിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കോർട്ടെക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നോക്കിക്കേ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ആരാണ്? അപ്പൊ നമ്മൾ ആരൊക്കെ കണ്ടു? എപ്പിഡെർമിസ് കണ്ടു, ഹൈപ്പോഡെർമിസ് കണ്ടു. അപ്പൊ ഇനി ആരായിരിക്കും? എൻഡോഡെർമിസ്, ഉള്ളിലുള്ള ലെയർ അല്ലേ. അപ്പൊ എൻഡോഡെർമിസ് ആണ് അടുത്തത്. എൻഡോഡെർമിസ് ഈസ് ഓൾസോ മെയ്ഡപ്പ് ഓഫ് സിംഗിൾ ലെയർ ആണ്. ഇവിടെ വരണം വട്ടം, എനിക്ക് ഇവിടെ വട്ടം വേണം. ഓക്കെ, വന്നല്ലോ വട്ടം, വേറെ വട്ടമായി പോയി. ഓക്കെ, അപ്പൊ എന്താടാ നമ്മുടെ അടുത്ത, ഇപ്പൊ നമ്മൾ ഏത് ചേച്ചീനെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്? വി ആർ ഡ്രോയിങ് എൻഡോഡെർമിസ് ചേച്ചി. എൻഡോഡെർമിസ് ചേച്ചീനെ സംബന്ധിച്ച് ആ ചേച്ചി എങ്ങനെയാണ്? ദാറ്റ് ചേച്ചി സിംഗിൾ. ഓക്കെ, ആ ചേച്ചി സിംഗിൾ ലെയർഡ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, സിംഗിൾ, അതായത് ഇതാണ് നമ്മുടെ എൻഡോഡെർമിസ് ചേച്ചി. ചേച്ചി ഇങ്ങനെ സിംഗിൾ ലെയർഡ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ ഇത്രയും ഇതില് ആ ചേച്ചിയുടെ എൻഡോഡെർമിസ് സിംഗിൾ ലെയർഡ് ആണ്. ആൻഡ് ആ ചേച്ചിയുടെ ഈ ലെയറിന് എന്തുണ്ടെന്ന് അറിയോ? ദിസ് ലെയർ ബെയറിംഗ് ആ സ്റ്റാർച്ച്. എന്താണ് ആ ഇതിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ബെയറിംഗ് ആയിട്ടുള്ള ഒരു ലെയർ ഓഫ് എന്താണ് ഡൈക്കോട്ടിലിഡൻ സ്റ്റെമ്മിന്റെ ഒരു ലെയർ ആണ് ഇത് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. എൻഡോഡെർമിസ് ബെയറിംഗ് എന്തുണ്ട്? അവിടെ സ്റ്റാർച്ച് ഉണ്ട്. ഇറ്റ് ഹാവിങ് സ്റ്റാർച്ച് ഇൻ ദം. ഓക്കെ, ഇനി നമുക്ക് ഇവരെല്ലാരും ഞാൻ വെള്ള വരക്കുവാണേ, വൈറ്റ്. ഓക്കെ, ക്ലിയർ? എല്ലാം ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ലായിരിക്കും, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിക്കേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇൻ ദ സെൻസ് അത് നിങ്ങൾ പഠിച്ചോ, പക്ഷെ ഇങ്ങനെ, കാരണം അതിലെല്ലാം ഒരുപോലെ ഇരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് വരച്ചു തന്നെ. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട്, നമ്മുടെ ബണ്ടിലിന്റെ കേസിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാം അല്ലെ, പെരിസൈക്കിൾസ് ഒക്കെ അവിടെ ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ ഇരിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ആരുണ്ട്? നമ്മുടെ ക്യാമ്പിയം വരുന്നുണ്ട്, മെറ്റാസൈലം, പ്രോട്ടോസൈലം, പിത്ത്. ഇതിലൊരു പ്രത്യേകത നോക്കിക്കേ, മെറ്റാസൈലം ഇത് നമ്മൾ മറ്റേ കേസസിലൊക്കെ നമ്മൾ എങ്ങനെയാ കണ്ടില്ലേ? നമ്മുടെ വലിയ സൈലം ഉള്ളിലോട്ടും അല്ലെ, ഇവരുള്ളിലോട്ടും ഇവര് പുറത്തോട്ടാ നിന്നെ. പക്ഷേ നമ്മുടെ സ്റ്റെമ്മിന്റെ കേസ് വരുമ്പോ ഇറ്റ് വിൽ ബി എന്താവും? ഫ്ലിപ്പ് ചെയ്താ വരുന്നത്. നമ്മുടെ പ്രോട്ടോസൈലങ്ങളെല്ലാം എവിടെ വരും? പ്രോട്ടോസൈലംസ് എല്ലാം ടുവേർഡ് ഇൻവേർഡ്സ് വരും. മെറ്റാസൈലംസ് എവിടെ വരും? മെറ്റാസൈലംസ് പെരിഫറലായിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരാം. ഓക്കെ, ഇതിങ്ങനെ കുറെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കുറെ എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ തൽക്കാലം ഇപ്പൊ ഇത്രയും നിങ്ങൾ കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ സൈലത്തിനെ നമ്മൾ വരച്ചു. ഇനി നമ്മുടെ ഫ്ലോയം. ഓക്കെ, ഫ്ലോയം ഉണ്ട്, അതുപോലെ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ പെരിസൈക്കിൾ ഇല്ലടാ, പെരിസൈക്കിളിൽ ഒരു പ്രത്യേക സ്ട്രക്ചർ ആണ്. പെരിസൈക്കിൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആയിട്ടുള്ള നമ്മുടെ സ്ക്ലീറൻ കൈമ വെച്ചിട്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? പെരിസൈക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ബണ്ടിൽ ക്യാപ്പ്. ഇതാണല്ലോ നമ്മുടെ ബണ്ടില്. നമ്മുടെ ഈ ബണ്ടിലിന്റെ ഇവിടെ ആയിട്ട് ഇതുകൊണ്ടോ, ഇവിടെ ആയിട്ട് ഒരു ക്യാപ്പ് പോലെ ഇരിക്കും. ഓക്കെ, ഇവിടെ ആയിട്ട് നേരത്തെ വരച്ച സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ആയിട്ട് ഒരു ക്യാപ്പ് പോലെ ഇങ്ങനെ ഇരിക്കും. ഈ ക്യാപ്പിൽ എന്ത് ടൈപ്പ് സെൽസ് വെച്ചിട്ടാണ് അവർ മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ നിങ്ങൾക്ക് വരക്കാൻ അറിയാലോ, ഇങ്ങനെ ഹെക്സഗൺ ഷേപ്പ്, ഡബിൾ ലെയർഡ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള
നോൺ ലിവിങ്, അതായത് ഡെഡ് സെൽസുകളാണ് അല്ലെ സ്ക്ലീറൻകൈമ. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ പെരിസൈക്കിളും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദേ വർ ആക്ടിങ് അല്ലെങ്കിൽ ദേ വർ സീൻ ആസ് എ ക്യാപ്പ് പോലെ, ക്യാപ്പ് ഷേപ്പിലെ സ്ക്ലീറൻകൈമാസുകൾ നമ്മുടെ ബണ്ടിലിന്റെ പൊക്കത്ത് ഒരു കവറിംഗ് ആയിട്ട് ഇരിക്കുന്ന ടൈപ്പ് പെരിസൈക്കിൾ ആണ് ആർക്കുള്ളത് നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിനുള്ളത്. ഇവരെന്താണ്? പെരിസൈക്കിൾ. അവരെന്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്നത്? സ്ക്ലീറൻകൈമ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എന്താണ് അവരുടെ ഡ്യൂട്ടി എന്താണ്? ഇവരിലാണ് എന്ത് ചെയ്യുന്നത്? ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നത്. ഫുഡ് സ്റ്റോറേജ്. ഓക്കെ, ഓക്കെ, എല്ലാവരും വൈറ്റ് ആയില്ലേ? ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എന്താണ് നമ്മുടെ എപ്പിഡെർമിസിന്റെ മേലായിട്ട് ആരുണ്ട്? ഒരു ക്യൂട്ടിക്കിൾ ഉണ്ട് അല്ലെ. ദേ ആർ തിൻ ബോൾഡ് ആണ്, പക്ഷെ അവർ എന്താണ് ഒരു വാക്സി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. വാട്ടർ ലോസിനെ റിഡ്യൂസ് ചെയ്യുകയാണ് ഇവരുടെ ഫംഗ്ഷൻ. സ്റ്റെം ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ഹെയർ ഉണ്ടെങ്കിൽ ഉണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ഹൈപ്പോഡെർമിസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൈപ്പോഡെർമിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആരാണ്? കോളൻ കൈമയാണ് അല്ലെ, കോളൻ കൈമ. അതുകൊണ്ട് തന്നെ അവിടെ ആരില്ല? ഇന്റർസെല്ലുലാർ സ്പേസസ് ഇല്ല. ദാറ്റ്സ് വൈ നമ്മുടെ സ്റ്റെംസിനൊക്കെ അത്രയും പുറമേ നല്ല കട്ടിയുള്ളത് അല്ലെ. പിന്നെ ക്യൂട്ടിക്കിളും ഉണ്ട്. പിന്നെ എന്താണ് അടുത്ത ആളാണ് ആര്? നമ്മുടെ കോർട്ടെക്സ് എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്? കോർട്ടെക്സ് പോളൻ കൈമയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ബെയറിംഗ് എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. ഇവിടെ പുറം ഭാഗത്ത് ആരുണ്ടാവാം? സ്റ്റെം ആയതുകൊണ്ട് മേ ബി ദർ വിൽ ബെയർ ആരൊക്കെ ഉണ്ടാവും? നമ്മുടെ സ്റ്റൊമാറ്റോ ഉണ്ടാവും, ട്രൈക്കോംസും ഉണ്ടാവും അല്ലെ. ഓക്കെ, സ്റ്റൊമാറ്റോ ഇതിനാ നമ്മുടെ ട്രാൻസ്പിറേഷൻ ഗ്യാസ് എക്സ്ചേഞ്ചിനൊക്കെ. ട്രൈക്കോംസ് എന്ന് പറയുമ്പോഴേക്കും ചെറിയൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മൾ അടുത്ത ആരെ കണ്ടു? നമ്മുടെ ക്യാപ്പി, നമ്മുടെ വാസ്കുലർ ബണ്ടിൽസുകൾക്ക് ക്യാപ്പായിട്ട് നിൽക്കുന്ന സ്ക്ലീറൻകൈമ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ആരെ നമ്മൾ കണ്ടു? പെരിസൈക്കിളിനെ കണ്ടു. പെരിസൈക്കിളിന്റെ ഫംഗ്ഷൻ എന്തിട്ടാണ്? ദ ഫംഗ്ഷൻ ഈസ് ഫുഡ് സ്റ്റോറേജ് ആണ്. എന്താണ്? ഫുഡ് സ്റ്റോറേജ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു സിംഗിൾ ലെയർഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടല്ലേ. ആൻഡ് ഷീസ് ആരാണ്? നമുക്ക് അങ്ങനെ വിളിക്കാട്ടോ. അവരാണ് നമ്മുടെ സ്റ്റാർച്ച് ഉള്ള നമ്മുടെ ആരാടാ? നമ്മളുടെ സിംഗിൾ ലെയർഡ് ആയിട്ടുള്ള സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്ന എൻഡോഡെർമിസ് ചേച്ചി അല്ലെ. ഷീ ഈസ് ദി എൻഡോഡെർമിസ്. ഓക്കെ, എൻഡോഡെർമിസ്. ഓക്കെ, അപ്പോ എപ്പിഡെർമിസ് ആയി, ഹൈപ്പോഡെർമിസ് ആയി, എൻഡോഡെർമിസ് ആയി. പിന്നെ നമ്മുടെ ബണ്ടിൽസിന്റെ ഉള്ളിലേക്ക് വന്നു. അവിടെ ആരുണ്ട്? കുറേ സൈലോം, കുറേ ഫ്ലോയും ഉണ്ട്. വ്യത്യാസം എന്താണ്? നമ്മുടെ പ്രൈമറി സൈലം ഒക്കെ പെരിഫറലിലും സെക്കൻഡറി ഒക്കെ ഉള്ളിലും ആയിരിക്കും അല്ലെ. ചോട്ടൂസ് ഒക്കെ അകത്തേക്ക് ഇൻവേഡ് ആയിട്ട് ഇരിക്കും. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇനി ആ സ്ട്രക്ചർ ഒന്ന് നിങ്ങൾ നോക്കിക്കേ. അപ്പോ എല്ലാവരും മനസ്സിലായല്ലേ? മെറ്റാസൈലംസ് എവിടെയാണ്? മെറ്റാസൈലം ഇപ്രാവശ്യം എങ്ങോട്ടേക്കാ ഇരിക്കുന്നത്? പെരിഫറലിലേക്കാണ് മെറ്റാസൈലംസ് ഇരിക്കുന്നത്. പ്രോട്ടോസൈലംസ് ആണ് ഇപ്പൊ ഇവിടത്തെ താരം. അവരാണ് ഉള്ളിൽ സേഫ് ആയിട്ട് ഇരിക്കുന്നത് അല്ലെ. സേഫ് ഇൻ ദ സെൻസ് ഞാൻ പറയാനുള്ള എളുപ്പത്തിൽ പറഞ്ഞ. പിന്നെ അതേ നോക്കിക്കേ, നടുക്ക് ആരുണ്ട്? നമ്മുടെ പിത്തേട്ടനുണ്ട് അല്ലെ. പിത്തുണ്ട്, കുഴിയുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഇതാണ് നമ്മുടെ ആരുടെ സ്ട്രക്ചർ? ഡൈക്കോട്ടിലിഡൻ സ്റ്റെമ്മിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് അപ്പൊ അടുത്തത് ആരെ നോക്കണം? മോണോകോട്ടിലിഡൻ സ്റ്റെം അല്ലെ. മോണോകോട്ടിലിഡൻ സ്റ്റെം. ഈ സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇവരുടെ സ്റ്റെംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മറ്റേത് ഭയങ്കര നല്ലൊരു അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. നല്ല ഒരു ഗുഡ് അറേഞ്ച്മെന്റും കാര്യങ്ങളും ഉണ്ടായി. പക്ഷെ ഇവരുടെ കേസിൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് പുറമേ ഉള്ളതൊക്കെ അതുപോലെ തന്നെ. പിന്നെ ഉള്ളിൽ ഫുള്ള് എന്താ പറയാ, നമ്മൾ സ്ട്രോബെറി ഇട്ട് വെച്ചേക്കണ പോലെ അവിടെ ഇവിടെയും കുറെ ബണ്ടിൽസ് ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് എന്ത് നമ്മുടെ മോണോകോട്ടിലിഡൻ സ്റ്റെം എന്ന് പറയുന്നത്. എന്താണ് മോണോകോട്ടിലിഡൻ സ്റ്റെം എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നേ? പുറമേ ഉള്ള അറേഞ്ച്മെന്റ്സും അലൈൻമെന്റ് ഒക്കെ അങ്ങനെ തന്നെ, പക്ഷെ ഉള്ളിൽ ഫുള്ള് സ്കാറ്റേർഡ് പരുവത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ അവരെ നമുക്ക് നോക്കിയാലോ. ഏറ്റവും പുറമേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആരുണ്ട്? അവിടെ നമ്മുടെ എപ്പിഡെർമിസ് ഉണ്ട്. എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് പിന്നെ ആരുണ്ട്? ഹൈപ്പോഡെർമിസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ പറയുന്ന വാസ്കുലർ ബണ്ടിൽസ് ഒക്കെ എവിടെയാ കാണപ്പെടുന്നത്? നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ആര് വരയ്ക്കണം? നമ്മുടെ ബഹുമാനാർത്ഥമായിട്ടുള്ള നമ്മുടെ ബണ്ടിലിനെ കാണിക്കാൻ വി ഹാവ് ടു ഡ്രോ എ സർക്കിൾ. അല്ലെങ്കിൽ സർക്കിൾ അല്ല കേട്ടോ, ശരിക്കും ഇങ്ങനെയല്ല വരയ്ക്കുന്നത്, ഓരോ ലെയർ ആയിട്ട് വരയ്ക്കണം. ആദ്യം നമ്മൾ ആരെ വരയ്ക്കണം? നമ്മുടെ എപ്പിഡെർമിസിനെ വരയ്ക്കണം. അപ്പൊ എപ്പിഡെർമിസിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ചെറിയ വട്ടം വരച്ച മതിയായിരുന്നു. ഓക്കെ,
എപ്പിഡെർമിസ് എപ്പിഡെർമിസ് എന്താ ചെയ്യുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ഇറ്റ് വിൽ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അല്ലേ. ഓക്കെ, നമ്മളിപ്പോ ആരെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത്? മോണോകോട്ട് സ്റ്റെം. ഓക്കെ, മോണോകോട്ട് സ്റ്റെം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? അത്തപ്പൂക്കളം പോലെ സ്ട്രോബെറീസുകൾ ചെതറിയിട്ട പോലെ ആയിരിക്കും ആരിയിരിക്കുന്നത്? മോണോകോട്ട് സ്റ്റെം ഇരിക്കുന്നത്. അപ്പോ ഇവിടെ ആരുണ്ടാവും? നമ്മുടെ എപ്പിഡെർമിസ്. ഇനി ഉള്ളിൽ ആരുണ്ടാവും? ഉള്ളിലത്തെ ലെയറിൽ നമ്മുടെ ഹൈപ്പോഡെർമിസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ വരക്കുവാണേ. ടെക്സ്റ്റിന് പുറമേ ഉള്ള ജസ്റ്റ് ഒരു സ്ട്രക്ചർ കൊണ്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ ബണ്ടിൽസുകളൊക്കെ എന്ത് കാണാം? ബണ്ടിൽസുകളൊക്കെ വളരെ സ്കാറ്റേർഡ് ആയിട്ട് നിങ്ങൾക്ക് കിടക്കണ കാണാം അല്ലെ. ബണ്ടിൽസ് അത് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുവാണ്. അപ്പോ ഈ പറയുന്ന ബണ്ടിൽസുകളുടെ അറേഞ്ച്മെന്റ്സ് ആണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അവരുടെ എപ്പിഡെർമിസ് നോക്കിക്കേ. അവരുടെ എപ്പിഡെർമിസ് സാധാ നമ്മുടെ ഇതിവിടെ ഇരിക്കട്ടെ. എപ്പിഡെർമിസ് നമ്മുടെ പാരലൽ ഷേപ്പ് തന്നെ, ഒരൊറ്റ സിംഗിൾ ലെയർഡ് എപ്പിഡെർമിസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്തുണ്ട്? എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ എന്നാ വരുന്നേ? എപ്പിഡെർമിസ് കഴിഞ്ഞാൽ നേരെ അടുത്ത ലെയർ ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ്. ഓക്കെ, ഹൈപ്പോഡെർമിസ്. ഇവിടെ ഒരു ഹൈപ്പോഡെർമിസ് ലെയറും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എപ്പിഡെർമിസ് ഇവിടെ ഉണ്ട് അല്ലെ. എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഹൈപ്പോഡെർമിസ് ആണ്. ഹൈപ്പോഡെർമിസ് ഒരൊറ്റ ലെയർ ഉണ്ടാവുള്ളൂ. ആൻഡ് ദാറ്റ് വിൽ ബി മെയ്ഡ് അപ്പ് ഓഫ് സ്ക്ലീറൻകൈമ സെൽസുകൾ വെച്ചിട്ടായിരിക്കും. നമ്മുടെ ഡെഡ് സെൽസുകളല്ലേ, അവർ വെച്ചിട്ടായിരിക്കും ഇവരുണ്ടാക്കിയിരിക്കുക. ഓക്കെ, ഇങ്ങനെ ഹെക്സഗൺ ഷേപ്പിൽ ഇരിക്കുന്ന ആൾക്കാര്. അപ്പൊ ഒരു ലെയർ ആയിട്ട് ഇവരുണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആള് എപ്പിഡെർമിസ്. പിന്നെ ആരാ വരുന്നത്? നമ്മുടെ ഹൈപ്പോഡെർമിസ് ആണ്. ഹൈപ്പോഡെർമിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? സ്ക്ലീറൻകൈമ വെച്ചിട്ടായിരിക്കും ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇവരുടെ ഞാൻ പറഞ്ഞു, ഇവരുടെ വാസ്കുലർ ബണ്ടിൽസുകൾ എങ്ങനെയായിരിക്കും? വാസ്കുലർ ബണ്ടിൽസ് വിൽ ബി സ്കാറ്റേർഡ് ഫോം ആയിരിക്കും. വാസ്കുലർ ബണ്ടിൽസ് ഷുഡ് ബി സ്കാറ്റേർഡ് ഫോം ആയിരിക്കും. അതായത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് എന്താ, സെന്ററിൽ നല്ല വലിയ വാസ്കുലർ ബണ്ടിൽസുകളും നടുക്ക് പെരിഫറൽ പാർട്ടിൽ കുഞ്ഞു കുഞ്ഞു വാസ്കുലർ ബണ്ടിൽസുകളും ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളും. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞല്ലേ, ഇവർക്ക് പിന്നെയുള്ളത് ഫുള്ള് ഗ്രൗണ്ട് ടിഷ്യൂസ് ആണ്. ആൻഡ് ദ ഗ്രൗണ്ട് ടിഷ്യൂസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സിമ്പിൾ പാരൻകൈമ സെൽ. പാരൻകൈമ സെൽസ് വെച്ചിട്ടായിരിക്കും ആരുണ്ടാക്കിയിരിക്കുക? ഗ്രൗണ്ട് ടിഷ്യൂസുകൾ ഉണ്ടാക്കിയിരിക്കുക. ഈ ഗ്രൗണ്ട് ടിഷ്യൂസിലാണ് ഇനി ആരും നമ്മൾ കാണാൻ പോകുന്നത്? നമ്മുടെ സൈലവും ഫ്ലോയവും കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാരൻകൈമ സെൽസുകൾ വെച്ചിട്ടായിരിക്കും ആരുണ്ടാക്കിയ? നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുക. ഇനി എന്താണ്? നമ്മുടെ ഈ വാസ്കുലർ ബണ്ടിൽസുകള് കൺജോയിന്റും അതുപോലെ തന്നെ ക്ലോസ്ഡുമായിട്ടുള്ള ആൾക്കാരായിരിക്കും. കൺജോയിന്റ് ആൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ സെന്ററിലായിരിക്കും വലിയ വാസ്കുലർ ബണ്ടിൽസുകൾ. പെരിഫറലോട്ട് പോകുമ്പോഴേക്കും വാസ്കുലർ ബണ്ടിൽസ് വിൽ ബി സ്മോളർ ആയി വരും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫ്ലോയത്തില് നമുക്ക് വാട്ടർ ക്യാവിറ്റി കാണാൻ പറ്റും. ഫ്ലോയം നമുക്കറിയാം അല്ലെ, സൈലം ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ ഒക്കെ അറിയാലോ. അപ്പോ ഇവിടെ ഫ്ലോയത്തിലായിരിക്കും എന്ത്? ഫ്ലോയം പൊതുവെ ഫുഡ് കണ്ടക്ടർ ആണ്. പക്ഷെ ഇവരുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഫ്ലോയം ഷുഡ് ബി എന്താണ്? ഒരു വാട്ടർ ക്യാവിറ്റി ഇവരിലാണിക്കും ഫ്ലോയത്തിൽ ഉണ്ടാവും. ആൻഡ് അനദർ തിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെയുള്ള ഫ്ലോയം ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻകൈമാറ്റേഷ്യസ് സെൽസുകൾ വെച്ച് ആയിരിക്കില്ല. അപ്പൊ ഇത്രയുമാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. ഇനി നോക്കിക്കേ, ഇവരുടെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ എപ്പിഡെർമിസ് ഉണ്ടാവും. നമ്മുടെ ഇത് എപ്പിഡെർമിസ്. പിന്നെ നമ്മുടെ സ്ക്ലീറൻകൈമ സെൽസുകൾ ആരാണ്? ഹൈപ്പോഡെർമിസ്. പിന്നെ നമ്മുടെ അടുത്ത ആളാരാണ്? ഹൈപ്പോഡെർമിസ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂസ് പാരൻകൈമ സെൽസ് വെച്ചിട്ടായിരിക്കും ആരുണ്ടാക്കിയിരിക്കുക? നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂസ് ഉണ്ടാക്കിയായിരിക്കുക. ഓക്കെ, പിന്നെയുള്ള നമ്മുടെ ഈ ഓരോ വാസ്കുലർ ബണ്ടിൽസുകളും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ വാസ്കുലർ ബണ്ടിൽസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ടാവും? ഫ്ലോയം ഉണ്ടാവും. ഫ്ലോയംസുകൾ ഇങ്ങനെ ഉണ്ടാവും.
അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ സൈലം കാണുക. ഓക്കെ ഓക്കെ, ഇതായിരിക്കും നമ്മുടെ സൈലംസ് ആൻഡ് ഇവരായിരിക്കും ആര് ഫ്ലോയം ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടാവും, വാട്ടർ ക്യാവിറ്റീസും ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും മാർക്ക് ഉണ്ടാവുക നമ്മുടെ ആര് മോണോകോട്ട് സ്റ്റെംസുകളിൽ കാണുക. ഓക്കെ, ഇപ്പൊ ഇവരുടെ ബണ്ടിൽ, ഇവിടെ ഒരു ബണ്ടിൽ നമുക്ക് വരയ്ക്കാം. ഇതോ ഇവിടെ ഇങ്ങനെ ഫ്ലോയംസ് അറേഞ്ച്ഡ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും, നമ്മുടെ സൈലം ഉണ്ടാവേ. പിന്നെ ഇവിടെ ഒരു വാട്ടർ ക്യാവിറ്റി ഉണ്ടാവും, ഇവിടെ ഇട്ടൊരു വാട്ടർ ക്യാവിറ്റി ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും ആരിൽ കാണുന്നത്, മോണോകോട്ട് സ്റ്റെംസുകളുടെ വാട്ടർ ബണ്ടിൽസിൽ കാണുന്നത്. ഇത് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് അവിടെ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും. അറ്റത്തോട്ട് പോകുന്നതോറും അത് ചെറുതുകളായിരിക്കും, നടുക്ക് വരുമ്പോൾ വാസ്കുലർ ബണ്ടിൽസുകൾ ബിഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് മോണോകോട്ട് സ്റ്റെമ്മിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് അപ്പൊ നമ്മൾ റൂട്ട് കണ്ടു, സ്റ്റെമ്മ് കണ്ടു, ഇനി നമുക്ക് ആരെ കാണണ്ടേ, ലീഫിനെ കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഡൈക്കോട്ട് ലീഫിനെ പറ്റി പഠിക്കാം. ഡൈക്കോട്ട് ലീഫ്. ഓക്കെ, ഈ ഡൈക്കോട്ട് ലീഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും രണ്ടാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ ഡൈക്കോട്ട് ലീഫ് എന്ന് പറഞ്ഞാൽ അവർ ഡോർസി വെൻട്രൽ ആയിരിക്കും. അതായത് പല ഇലകൾക്ക്, ചില ഇലകൾക്ക് എന്താണ് മേലത്തെ പോലെ ആയിരിക്കില്ല താഴത്തെ ഭാഗം അല്ലെ. അപ്പൊ അത്തരത്തില് ഡിഫറെന്റ് ഉള്ള ഒരെണ്ണം നല്ല സ്മൂത്ത് സർഫസ്, ഒരെണ്ണം റഫ് സർഫസും ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഇലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഡൈക്കോട്ട് ലീഫ്. അഥവാ അത്തരത്തിലുള്ള ആൾക്കാര് ഡോർസി വെൻട്രൽ ആയിരിക്കും. ഡോർസി വെൻട്രൽ. ഓക്കെ, ഡോർസി വെൻട്രൽ ലീഫ് ആയിരിക്കും ആർക്ക് ഉണ്ടാവുക, ഡൈക്കോട്ട് ലീഫുകൾക്ക് ഉണ്ടാവുക. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഇവരെ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെയും നമ്മൾ നോക്കുമ്പോൾ, അതായത് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടും രണ്ട് ഭാഗമായിരിക്കും. ഇവിടെ ഒരിതും ഇവിടെ വേറൊരിതും. ഓക്കെ, അപ്പോ മേലെ കാണുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ഒരു പേരും താഴ്ഭാഗത്തിന് നമ്മൾ വിളിക്കുന്നത് വേറൊരു പേരുമാണ്. ഓക്കെ, അപ്പോ മേലെ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്നത് അഡാക്സിയൽ, താഴെ ഭാഗത്തിന് വിളിക്കുന്നത് അബേസിയൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ അഡാക്സിയലും അബേക്സിയലുമായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്, ആഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ഇവരെ എന്ത് ചെയ്തിരിക്കുന്നത്, മോൾ ഭാഗം താഴ്ഭാഗത്തിനെ നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവരുടെ മോൾ ഭാഗത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡൈക്കോട്ട് ലീഫിന് അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫ് നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ട് ആരുണ്ടാവും, എപ്പിഡെർമിസ് ഉണ്ടാവും അല്ലെ. എപ്പിഡെർമിസ് ഉണ്ടാവും. ഈ എപ്പിഡെർമിസിനെ നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഈ എപ്പിഡെർമിസിനെ നമ്മൾ വിളിക്കുന്നത് അഡാക്സിയൽ എപ്പിഡെർമിസ് എന്നാണ്. എന്താണ്, അഡാക്സിയൽ എപ്പിഡെർമിസ്. ഓക്കെ, ഇനി അഡാക്സിയൽ എപ്പിഡെർമിസ്. ഇനി അടുത്ത ലെയർ ആയിട്ട് ആരുണ്ടാവും, അടുത്ത ലെയർ ആയിട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് സെൽസുകൾ നമുക്ക് കാണാൻ പറ്റും. മേലെ ഭാഗത്തൊരാളും താഴെ ഭാഗത്തൊരാളും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മീസോഫിൽ. നമ്മുടെ ലീഫുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് മീസോഫിൽസുകൾ വെച്ചിട്ടാണ്, മീസോഫിൽ. ഓക്കെ, അതില് മേൽഭാഗത്തായിട്ടുള്ള അഡാസിയൽ ആൾക്കാരെ ഉണ്ടാക്കിയിരിക്കുന്നത് പാലിഡേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാലിസൈഡ് എന്ന് പറയുന്ന ആൾക്കാർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പാലിസൈഡ്. ഓക്കെ, ഇങ്ങനെ നീണ്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് ആര്, പാലിസൈഡ് മീസോഫിൽസുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈ ലീഫ് ആയതുകൊണ്ട് തന്നെ അവരത്ര നമ്മുടെ സ്റ്റെമ്മായിട്ട് തന്നെ സ്റ്റെമ്മിന് നല്ല പച്ച കളറിന് അവിടെ ആരുണ്ടായിരുന്നടാ, നമ്മുടെ ആരുണ്ടായിരുന്നു, ക്ലോറോഫിൽ ഉണ്ടായിരുന്നു. അതുപോലെ ലീഫിനെ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇവരെന്തായിരിക്കും, ക്ലോറോഫിൽ ബെയറിംഗ് ആയിട്ടുള്ള പാലിസൈഡ് ആയിട്ടുള്ള മീസോഫിലുകളായിരിക്കും അല്ലെ. ആരാണ് ഇവര്? ഇവരാരാണ്?
പാലിസേഡ് മീസോഫിൽ ആണ്. ഈ മീസോഫില്ലിൽ എന്തുണ്ടാവും? ദിസ് മീസോഫിൽ ബെയറിംഗ് ആരുണ്ടാവും? ക്ലോറോഫിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമ്മുടെ ബണ്ടിലേക്ക് വരാം. ഓക്കെ, ഇവിടെ കുറച്ച് പാരഗമാറ്റീഷ്യസ് ആയിട്ടുള്ള സെൽസുകൾ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നമ്മുടെ ബണ്ടിലിന് കവറിങ് ആയിട്ട് ഒരു ബണ്ടിൽ ഷീത്ത് വരുന്നുണ്ട്, വട്ടത്തിൽ തന്നെ കേട്ടോ അത്. ഓക്കെ, ഒരു എന്തുണ്ടാവും? ഒരു ബണ്ടിൽ ഷീത്ത് ഉണ്ടാവും. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബണ്ടിൽ ഷീത്ത്. ഓക്കെ, ഈ ബണ്ടിൽ ഷീറ്റിന്റെ ഉള്ളിലായിരിക്കും ആരുണ്ടാവുക? നമ്മുടെ സൈലവും ഫ്ലോയവും. ഓക്കെ, സൈലം നോക്കുകയാണെങ്കിൽ സൈലം ഷുഡ് ബി ഇങ്ങനെ ആയിരിക്കും കാണാം, നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ. പിന്നെ ആരുണ്ടാവും? നമ്മുടെ ഫ്ലോയം ഫുള്ളി എന്തായിരിക്കും? പാക്ഡ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോ ഇതാരാണ്? ഇയാളാണ് നമ്മുടെ സൈലം. ദിസ് വിൽ ബി ദ സൈലം ആൻഡ് ഇവരായിരിക്കും ആര്? ഫ്ലോയം. ഓക്കെ, സൈലം ഫ്ലോയം ഉണ്ട് കേട്ടോ. അപ്പൊ സൈലം ഫ്ലോയം നമ്മൾ വരച്ചല്ലോ. ഇനി നമ്മൾ പറഞ്ഞു രണ്ട് സൈഡിലും 2 ടൈപ്പ് സെൽസുകളായിരിക്കും എന്ന് പറഞ്ഞു. ഇവരാരാണ്? ഇവര് പാലിസീഡ് ആയിട്ടുള്ള മീസോഫില്ല. അപ്പൊ വേറൊരു ടൈപ്പ് സെല്ലും കൂടി മീസോഫില്ലും കൂടി അവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാകും. ഏത് സൈഡില്? ഇത് അഡെക്സിലാണെങ്കിൽ ഇത് ഏത് സൈഡാന്ന് നമ്മൾ പറഞ്ഞേ? നമ്മുടെ താഴ്ഭാഗം ഏതാന്ന് പറഞ്ഞ അബേസിൽ സൈഡ് ആണ് അല്ലേ? അപ്പൊ ഈ അബേസിൽ സൈഡില് ഉള്ള ടൈപ്പ് മീസോഫിൽ ഏതായിരിക്കും എന്നറിയോ? അവരെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഏറി ആയിട്ട് നിൽക്കും. ഓക്കെ, ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ ഏറെ ആയിട്ട് നിൽക്കുന്ന ഇവരെ വിളിക്കുന്ന പേരെന്താണ്? ഇവരെ വിളിക്കുന്ന പേരാണ് ആര്? നമ്മുടെ സ്പോഞ്ചി മീസോഫിൽസുകൾ എന്ന് വിളിക്കും. സ്പോഞ്ചി മീസോഫിൽസ്. ഓക്കെ, ഇവർക്കും ആരുണ്ട്? നമ്മുടെ ക്ലോറോഫിൽസുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവരാരാണ്? സ്പോഞ്ചി മീസോഫിൽ. ഒരു മിനിറ്റ്, ഇവരെ മൊത്തം നമുക്കൊന്ന് വട്ടത്തിലാക്കി എടുത്ത് നമുക്ക് ഇവരെ ഒന്ന് ചെറുതാക്കാം. എന്നിട്ട് അയ്യോ ഇവിടെ ഇങ്ങോട്ട് വേടോ, ഒരു പോയി അങ്ങോട്ട്. ഓക്കെ, ഒന്ന് വലുതാക്കട്ടെ. വലുതാവോ ഇച്ചിരി കൂടെ. ഓക്കെ, ഇത് മതി. ഓക്കെ, നോക്കിക്കേ, അപ്പൊ നമ്മുടെ ഇവിടെ ആരുണ്ട്? ഇവിടെ എപ്പിഡെർമിസ് ഉണ്ട് അല്ലേ? ഇത് അഡാക്സിയൽ എപ്പിഡെർമിസ് ആണെങ്കിൽ ഇവർ ഏതായിരിക്കും? അബേസിയൽ എപ്പിഡെർമിസുകളായിരിക്കും അല്ലെ? ബേസിയൽ എപ്പിഡെർമിസ്. ബേസിയൽ എപ്പിഡെർമിസ്. ഓക്കെ, ഇവരപ്പോ ഏത് ടൈപ്പ് ടിഷ്യൂസ് ആണ്? ഇവര് സ്പോഞ്ചി മീസോഫിൽ ആണ്. സ്പോഞ്ചി മീസോഫിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ആരെയൊക്കെ കണ്ടു? ഏറ്റവും പുറമെ ആയിട്ട് രണ്ട് തട്ട് തന്നെ ഉണ്ട്. നമ്മുടെ ബണ്ടില് നോക്കുവാണെങ്കിൽ അവിടെ സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. പിന്നെ ഇവർക്ക് ചുറ്റിനായിട്ട് ഒരു ബണ്ടിൽ ഷീത്ത് ഉണ്ട്. 2 ടൈപ്പ് മീസോഫിൽസുകൾ അവിടെ കാണാം നമുക്ക്. ഏറ്റവും പൊക്കത്ത് ഭാഗത്ത് അഡാക്സിയൽ എപ്പിഡെർമിസുകളിലാണെങ്കിൽ പാലിസീഡ് മീസോഫിൽസുകളും, അബേസിയൽ എപ്പിഡെർമിസിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള മേലേക്ക് വരുമ്പോൾ ആരുണ്ടാവും? സ്പോഞ്ചി മീസോഫിൽസ് ഉണ്ടാവും. പിന്നെ എന്ത് നമ്മൾ കണ്ടു? പിന്നെ നമ്മൾ ഇവരെന്താണ്? ഇവര് വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവര് കുറച്ചും കൂടി ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ബാക്കി എന്ത് ചെയ്യാ? ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇവിടേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും വരച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഇങ്ങനെ വരക്കരുത് കേട്ടാ. ക്ലോറോഫില്ലൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പോടെ. ഓക്കെ, സൈഡിൽ മാത്രം ഡോട്ട് ഇട്ട് പഠിപ്പിച്ചു പോകണം. വരച്ചു പോകണം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മുടെ ഡോസി വെൻട്രൽ അഥവാ ഡൈക്കോട്ടിലിഡൻ ലീവ്സുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത ആളായിട്ടുള്ള നമ്മുടെ ആളാണ് ആര്? നമ്മുടെ ലാസ്റ്റ് വൺ, നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഡൈക്കോട്ട് കഴിഞ്ഞ മോണോകോട്ടിലിഡൻ ലീഫ്. മോണോകോട്ടിലിഡൻ ലീഫ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആണ്. ഗ്രൗണ്ട് നേരത്തെ കണ്ട പോലെ എന്താണ്, ഒരൊറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ നേരത്തെ സ്ട്രക്ചർ ഇല്ലേ, ഇവിടെ നമ്മൾ ഒരാളെ വിട്ടുപോയായിരുന്നേ. ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റൊമാറ്റ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഒരു സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഉണ്ടാവേ. സ്റ്റൊമാറ്റൽ ഇതിങ്ങനെ
സ്റ്റൊമാറ്റ പ്രസൻസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ഇതിൽ കൂടിയാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ കാർബൺ ഡയോക്സൈഡും ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് നമ്മുടെ അടുത്ത ആളെ നോക്കാൻ പോവാണ്. അപ്പൊ അയാളുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ അയാൾക്കും ഇതുപോലെ അഡാക്സിയലും അബേസിയലും എപ്പിഡെർമിസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കുറച്ചും കൂടെ ഒരു സബ് സ്റ്റൊമാറ്റൽ ക്യാവിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ ഇവരുടെ ഉള്ളിലുള്ള എന്താണ് ഇവരുടെ ഉള്ളിലെ ബണ്ടിൽസുകൾ കുറച്ചും കൂടെ വലുതായിരിക്കും. ആൻഡ് ആകെ ഒരൊറ്റ ടൈപ്പ് മീസോഫില് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്പോഞ്ചി ടൈപ്പ് മീസോഫിൽസ് മാത്രമേ ഇവിടെ കാണുള്ളൂ. എപ്പിഡെർമിസ് അതായത് ഈ ആൾക്കാരില്ലേ, ഇങ്ങനെ തന്നെ ആയിരിക്കും പൊക്കത്തോട്ടും ഇരിക്കുക. മനസ്സിലായോ? ഇങ്ങനെ തന്നെ പൊക്കത്തോട്ടും ഇരിക്കും. ഒരു മിനിറ്റ്. ഇവരെല്ലാവരും ഒരേ ടൈപ്പ് സ്പോഞ്ചി സെൽസുകൾ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. ഇവിടെ എല്ലാം എന്തായിരിക്കും? സ്പോഞ്ചി സെൽസുകൾ ഇങ്ങനെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ആരുണ്ടാവും? നമ്മുടെ അഡാക്സിയൽ എപ്പിഡെർമിസ് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ഈ ക്ലോറോഫിൽസ് ഒക്കെ ഉണ്ടേ. പിന്നെ ഇവിടുത്തെ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ബണ്ടിലാവുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ സൈലവും ഫ്ലോയും ഒക്കെ അതുപോലെ തന്നെ. പക്ഷേ നമ്മുടെ സൈലത്തില് കുറച്ചും കൂടെ ഒരു ക്യാവിറ്റേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അത് മാത്രമേ ഇവിടത്തെ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇവരുടെ കേസിലാണെങ്കിൽ സൈലത്തിന് നല്ല ഒരു എന്താ പറയാ ക്യാവിറ്റേഷണൽ ആയിട്ടുള്ള ഒരു റീജിയൻ കുറച്ച് കൂടുതലായിരിക്കും. അത്ര ഉള്ള വ്യത്യാസം. ബാക്കി എല്ലാം എങ്ങനെയാണ്? പൊക്കത്തും താഴത്തും ഒക്കെ സെയിം ടൈപ്പ് എന്താണ് സ്പോഞ്ചസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന എന്താ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഇവര് നമ്മുടെ മോണോകോട്ട് ലീഫിനെ ഡൈക്കോട്ടിനെ നമ്മൾ വിളിച്ച പോലെ ഡോർസി വെൻട്രൽ എന്ന് പറയുന്ന പോലെ ഇവർക്കും വേറൊരു പേരുണ്ട്. അതാണ് എന്ത്? ഐസോബൈലാറ്ററൽ. ഐസോബൈലാറ്ററൽ എന്ന് വെച്ചാൽ എന്താ? ഐസോ മീൻസ് എന്താ? സെയിം അല്ലേ? അപ്പൊ എങ്ങനെയാണ്? നമ്മുടെ ഹാഫില് രണ്ട് സൈഡ് എടുത്ത് നോക്കിയാലും പൊക്കത്ത് താഴത്തും എടുത്ത് നോക്കിയാലും സെയിം ആയിട്ടുള്ള ഐസോ. ബൈലാറ്ററൽ എങ്ങനെ നോക്കിയാലും ബൈലാറ്ററൽ അറിയാലോ? എങ്ങനെ നോക്കിയാലും ഒരേ രീതിയിൽ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന സെയിം ടൈപ്പ് ഓഫ് എന്താണ് ലീഫ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോകോട്ടിലിഡൻസ് ആയിട്ടുള്ള ഐസോബൈലാറ്ററൽ ലീഫുകൾ. ഓക്കെ, ഇവരില് ആകെ വരുന്ന വേറൊരു ജസ്റ്റ് ഒരു ആഡ് ഓൺ ആയിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. അതാണ് ബുള്ളിഫോം സെൽസ്. എന്താണ്? ബുള്ളിഫോം സെൽസ്. ഈ സെൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ദേ ജസ്റ്റ് ഡൂയിങ് ഓൺലി വൺ തിങ്. ഇവര് ഒരു ഹാലോ ആയിട്ടുള്ള ഒരു ക്യാവിറ്റി ആണ് നിങ്ങളുടെ സൈലത്തിൽ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര വെള്ള കളറിൽ ഒരു സാധനം കണ്ടേ. ഇവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളർലെസ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചി പോലെ ഇരിക്കുന്ന ഒരു ഹോളോ ആയിട്ടുള്ള ആൾക്കാരെ സെൽസുകളാണ്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഈ എന്താണ് സാധാ ഇങ്ങനെ ഇരിക്കുന്ന ലീഫില്ലേ, ഈ ലീഫിന്റെ ഇവിടെ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പോ അവിടെ ഇത്തരത്തിലുള്ള സെൽസുകൾ വരുമ്പോൾ അവര് വാട്ടർ ഹോൾഡിംഗ് ആണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോ വെള്ളം കിട്ടുമ്പോൾ ഇവരെന്ത് ചെയ്യും? നന്നായിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ആവും, നല്ല വീർത്തിരിക്കും. അപ്പൊ നമ്മുടെ ഇലക്ക് നല്ല വിടർവും നല്ല ഷേപ്പും കാര്യങ്ങളും കൊടുക്കും. അതേസമയം ഇപ്പൊ എന്തെങ്കിലും വെള്ളം ലോസോ അല്ലെങ്കിൽ വാട്ടർ കിട്ടാത്ത അവസ്ഥയൊക്കെ ആവുമ്പോൾ എന്ത് പറ്റും? ഈ ബുള്ളി ഫോംസുകൾ ഷ്രിങ്ക്ഡ് ആവും. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ഇലകൾ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ നീണ്ടിരുന്ന ഇലകൾ എന്ത് പറ്റും? ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം കണ്ടിട്ടില്ലേ? ഇങ്ങനെ ചുരുണ്ടിരിക്കില്ലേ? അത് ഈ ബുള്ളി ഫോംസുകൾ ചെയ്യുന്ന ഒരു എന്താ പറയാ മെക്കാനിസം ആണ്. ഒരുപാട് വെള്ളം കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ ചൂട് കാലമൊക്കെ ആകുമ്പോൾ ഈ ബുള്ളി ഫോംസ് ഈ ഇലകൾ ഇങ്ങനെ ചുരുക്കും. അപ്പൊ എന്ത് പറ്റും? അതിന്റെ ഉള്ളിലുള്ള എല്ലാ വെള്ളത്തിനെ കളയാതെ ലീവ്സിനെ ഫ്രഷ് ആക്കി വെക്കുക എന്നതാണ് ബുള്ളി ഫോമിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരൊറ്റ ആഡ് ഓൺ കാര്യം മാത്രമേ എന്തിലുള്ളൂ? മോണോകോട്ട് ലീഫില് ആഡ് ഓൺ ആക്കി വെക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഐസോബൈലാറ്ററൽ അഥവാ മോണോകോട്ടിലിഡൻ ലീവ്സുകളുടെ അബേസിയൽ പൊസിഷനിലും അഡാക്സിയൽ പൊസിഷനിലും അഡാക്സിയലും നോക്കുമ്പോൾ ഏതായിരിക്കും? സ്പോഞ്ചി മീസോഫിൽസുകളായിരിക്കും. അതേസമയം നമ്മുടെ ഡൈക്കോട്ടിലിഡൻ ആയിട്ടുള്ള ലീഫുകളുടെ കേസ് നോക്കുമ്പോൾ ഡൈക്കോട്ടിലിഡൻ പോട്ടെ കുഴപ്പമില്ല വലുതാകൂ. ഓക്കെ, ഡൈക്കോട്ടിലിഡൻ ലീഫുകളുടെ കേസിൽ നോക്കുമ്പോൾ
എന്താണ് അബേക്സിയലിൽ ഒരു ടൈപ്പ് ടിഷ്യൂവും അഡാക്സിയലിൽ വേറെ ടൈപ്പ് ടിഷ്യൂ ആണ് അല്ലെ. ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? ഇവിടെ നമുക്ക് വന്നത് സ്പോഞ്ചി മീസോഫിലും ഉണ്ട്, അതുപോലെ തന്നെ ആരും ഉണ്ട്, നമ്മുടെ ആദ്യത്തെ ആളായിട്ടുള്ള ആളാരായിരുന്നു? ഇവരെ പാലിസൈഡ് മീസോഫിൽസുകളും ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ സ്പോഞ്ചി മീസോഫിലും ഉണ്ട് അല്ലെ. പിന്നെ എന്താണ് സൈലം ഫ്ലോയോ ഒക്കെ എന്താണ് പ്രത്യേക അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് ഒരു ബണ്ടിൽ ഷീറ്റ് അവിടെ ഉണ്ട്. ആൻഡ് ഓൾസോ എന്താണ് അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി? സ്റ്റൊമാറ്റൽ പോറുകൾ കാണാൻ പറ്റി. പിന്നെ നമ്മൾ അടുത്ത ആരെയാ കണ്ടത്? നമ്മുടെ സ്റ്റെമ്മിനെ കണ്ടു, ലീഫിനെ നമ്മുടെ റൂട്ടിനെ ആദ്യം പഠിച്ചു, ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും. ഇവരുടെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം എന്തായിരുന്നു? ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് നമ്മുടെ ബണ്ടിൽസുകളുടെ എണ്ണം മാത്രമേ ഡിഫറെന്റ് ഉണ്ടായുള്ളൂ. അവിടെ 2 to 4 ആണെങ്കിൽ ഇവിടെ മോർ ദാൻ 6 വരും. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? നമ്മുടെ നമ്മുടെ സ്റ്റെമ്മിനെ കണ്ടു. സ്റ്റെമ്മിൽ കാണുമ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്തായിരുന്നു ഇവിടുത്തെ എന്താണ് സ്ട്രക്ചേഴ്സിൽ? ഇവിടെ സ്റ്റാർച്ച് ബെയറിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡൈക്കോട്ടിൽ നിന്ന് മോണോക്കോട്ടിലോട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാർച്ച് ബെയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടില്ല. ഇവിടുത്തെ സെൽസുകൾ വ്യത്യാസം ഉണ്ടായി. ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കിയിരുന്നത് സ്ക്ലീറൻ ഗൈമ വെച്ചിട്ടായിരുന്നു. പിന്നെ നമ്മുടെ ലീഫ് നോക്കിയപ്പോഴാണെങ്കിലോ, ലീഫ് നോക്കിയപ്പോൾ ഡൈക്കോട്ട് ലീഫിനെ ഡോർസി വെൻട്രൽ എന്നും മോണോക്കോട്ട് ലീഫിനെ നമ്മൾ ഏതാ വിളിച്ചത്? ബൈലാട്രൽ എന്നും നമ്മൾ വിളിച്ചല്ലേ. അപ്പൊ എന്താണ് ഡോർസി വെൻട്രലിൽ നോക്കുവാണെങ്കിൽ അഡാക്സിയൽ പൊസിഷനിൽ ഒരു ടൈപ്പ് മീസോഫിലും, അതായത് നമ്മുടെ പാലിസൈഡും, അബാക്സിയലിൽ നമ്മൾ നോക്കിയപ്പോൾ സ്പോഞ്ചി മീസോഫിലും ആയിരുന്നു. പിന്നെ നമ്മുടെ ഡൈക്കോട്ട് ലീഫ് കഴിഞ്ഞ് മോണോക്കോട്ട് ലീഫിലേക്ക് എത്തിയപ്പോൾ എന്ത് പറ്റി? രണ്ടും സെയിം ആയിട്ടുള്ള സ്പോഞ്ചി മീസോഫിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ എന്തായിരുന്നു? ബുള്ളി ഫോമിന്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡൈക്കോട്ട്, മോണോക്കോട്ട് ലീഫ്, സ്റ്റെം, റൂട്ട് എല്ലാം സെറ്റ് ആയില്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.